Most beloved All India Congress Committee President Rahulji, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീമാൻ മുകുൾ വാസ്നിക്ജി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ, നമ്മുടെ എല്ലാം തന്നെ എത്രയും ബഹുമാനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കാൻ സന്നിഹിതരായിട്ടുള്ള AICC സെക്രട്ടറി ശ്രീമാൻ വിഷ്ണുനാഥ്, നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീമാൻ MK പ്രേമചന്ദ്രൻ, ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ആരാധ്യരായ നേതാക്കന്മാരെ, ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യരായ നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. അധ്യക്ഷ നിലയിൽ എന്തെങ്കിലും സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട് ഇന്ന് കടന്നു പോകുന്ന ഭയാനകമായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്റെ നായകനായി നമ്മുടെ മുമ്പിൽ ആ രാഹുൽജിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് പോകാം. നമുക്ക് ഫാസിസ്റ്റ് ദുരന്തത്തിൽ നിന്ന് നാട് രക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം വിളിക്കൊണ്ട് നാം ഒറ്റക്കെട്ടായി എല്ലാം മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ഒരു ശക്തമായ ഇന്ത്യ, നമ്മുടെ ഈ രാജ്യത്ത് പടുത്തുയർത്തിയ ഇന്ത്യ, ആ ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം ഞാൻ വിനീതനായി ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഷ്ടപ്പാടിലൂടെയും കണ്ണീരിലൂടെയുമാണ് അദ്ദേഹം ജീവിതത്തിൽ, കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം എല്ലാ പടവുകളും കയറി എന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറിയിട്ടുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം. മലയാളിക്ക് കിട്ടിയ ഒരു അപൂർവമായ ഭാഗ്യമാണ് അത്. ഒരു ദശകക്കാലമായി അദ്ദേഹം ആ സ്ഥാനത്ത് ഉജ്ജ്വലമായ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോവുകയാണ്. KSUവിന്റെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നുവന്ന് 6 തവണ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്താൻ അവശന്മാരുടെ ആർത്തന്മാരുടെ ആലംബകീയരായ ഈ നാട്ടിലെ കോടിക്കണക്കായ ജനങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് അദ്ദേഹം സാധിച്ചുവെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ സാധാരണക്കാരായ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ കൊടുത്ത അംഗീകാരമാണ്. അദ്ദേഹത്തിന്റെ സേവനം ഈ പാർട്ടിക്ക് ഇനിയും ആവശ്യമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ വൻപിച്ച വോട്ടിന് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട MK പ്രേമചന്ദ്രൻ, ആമുഖമോ പരിചയപ്പെടുത്തുള്ള ആവശ്യമില്ലാത്ത ഇന്ത്യൻ പാർലമെന്റിലെ അത്യുജ്വലനായ ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്റേറിയൻ എന്ന ബഹുമതി നേടിയിട്ടുള്ള എൻ്റെ സ്നേഹിതൻ, എല്ലാ കാലത്തും മതേതര പ്രസ്ഥാനത്തോടൊപ്പം നിന്ന, എല്ലാ കാലത്തും ജനപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന ശ്രീമാൻ പ്രേമചന്ദ്രൻ എല്ലാ അർത്ഥത്തിലും നമ്മുടെ പാർലമെന്റിന് ഒരു അലങ്കാരമാണ്, പാർലമെന്റിന് ഒരു ബഹുമതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നാട്ടിൽ ചിന്തിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെല്ലാം തന്നെ പ്രിയപ്പെട്ട സുരേഷിനെയും പ്രിയപ്പെട്ട പ്രേമചന്ദ്രനെയും വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ പ്രിയങ്കരനായ, നമ്മുടെ നാട്ടിലെ രാജകുമാരൻ പ്രിയങ്കരനായ രാഹുൽജി ഇവിടെ എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാവൽ ഭടൻ, ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങളുടെ പ്രത്യാശയുടെ പ്രകാശഗോപുരം, ആ ബഹുമാനരായ രാഹുൽജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും ഏറ്റവും നിർണായകമായ പങ്ക് ലോകസഭയിൽ വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
എന്റെ ഹ്രസ്വമായ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനായി